Hello, welcome back to my channel Angus My World. It's me Anne. ഇന്ന് ഞാനൊരു ബിഗ് ബോസ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, പറയണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഏഴിന്റെ പണി എന്ന് പറയുന്ന സീസൺ 7 ബിഗ് ബോസിന്റെ ഫസ്റ്റ് റിവ്യൂ ആണ് എന്റെ ചാനലിൽ. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ കാല സീസണിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ശരിക്കും ഏഷ്യാനെറ്റും ബിഗ് ബോസും നമ്മുടെ അനുമോളെ ഫേവർ ചെയ്യുന്നുണ്ടോ? ആർക്കൊക്കെ തോന്നിയത്? എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ലാലേട്ടൻ ഈ പ്രാവശ്യം ഒരു ചെറിയ വീഡിയോ ഇതുമായിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു സംസാരിക്കാൻ. കാരണം അദ്ദേഹം USA-ലാണ്. പക്ഷെ അനുമോളോട് സംസാരിച്ചത് കുറച്ചും കൂടെ നന്നായിട്ട് സംസാരിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അനുമോളെ കോർണർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഞാൻ ചോദിക്കുന്നത് എല്ലാ പ്രശ്നത്തിനും തിരികൊളുത്തുന്ന ആരാ? അനുവായിരുന്നു. പിന്നെ അവര് നല്ലതായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. അവര് ആ മോഹൻലാൽ വന്ന ഷോയിൽ തന്നെ പറയുന്നുണ്ട്, എന്റെ ചാനലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ചൈൽഡ് PR കൂട്ടുകൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ആതിരയോടും നൂറയോടും സംസാരിക്കുന്നത് നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ എനിക്ക് അനുവിന്റെ ആറ്റിറ്റ്യൂഡ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും തുടക്കം കുറിച്ചിട്ട് നിവിൻ വെളിയിൽ ഇറങ്ങി പോകാൻ പോലും കാരണം ഒരു പരിധി വരെ അനുവായിരുന്നു. അവരൊരു സ്വേച്ഛാധിപതിയാണ്, അവരെ അനുസരിക്കുക. ഗെയിം അറിഞ്ഞ് കളിക്കുന്ന ഒറ്റ മനുഷ്യർ അതിനകത്തില്ല കേട്ടോ. എല്ലാം മണ്ടന്മാരാ. ഈ പ്രാവശ്യം വന്ന എല്ലാം മണ്ടന്മാരാ. അല്ല, അനീഷ് മാത്രമാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ കാര്യം മനസ്സിലാക്കി. അതിനകത്ത് ഏറ്റവും തിരുമണ്ടനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ആര്യനെയാണ്. ഒരു കഥയില്ലാത്തൊരു വ്യക്തി. നമുക്ക് ശരിക്കും വെറുപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് ആര്യൻ്റെത്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ജിസൈലിന്റെ ബാഗ് തിരിച്ചു കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരു ബോംബ് എടുത്ത് ഇന്ത്യയിലോട്ട് എറിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു ആഘാതം ഉണ്ടല്ലോ, ആ ഒരു ആഘാതമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കുടുംബമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഷോയാണ്. അപ്പോ പിന്നെ ആരാ ജിസൈൽ ഇടാൻ പോകുന്ന ഡ്രസ്സിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞ ഒരു തലകറക്കം ഉണ്ടായെങ്കിലും ദൈവം അനുഗ്രഹം ചെയ്യും. ഇപ്പൊ ഈ 1-2 ദിവസമായിട്ട് അവർ ഇട്ടേക്കുന്ന ഡ്രസ്സ് വലിയ കുഴപ്പമില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് അതിന് വാർണിംഗ് വല്ലതും കിട്ടിക്കാണും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കറിയില്ല. എനിവേ അവര് ഇച്ചിരി ഡീസന്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. അയ്യോ, അതൊരു ആശ്വാസമായിട്ട് തോന്നി. പിന്നെ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചിടിക്കാറുണ്ട്. പിന്നെ അനുമോടെ കാര്യം തന്നെ, കം ടു ദ പോയിന്റ്. അനുമോള് എന്താ പറയാ, ഭയങ്കരമായിട്ട് സ്ട്രാറ്റജി കാണിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നം തിരികൊളുത്തിട്ട് മൂലയ്ക്ക് മാറിയിരുന്ന ആരും കാണാൻ, ക്യാമറ കാണാതിരുന്ന കരയും എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. പുതിയൊരു 5 പേര് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഫെമിലിയർ അറിയാവുന്ന ജിഷിനെയും മസ്താനിയാണ്. ഇപ്പോ ജിഷൻ വന്നപ്പോഴേ തന്നെ ഒരു കുളം കലക്കി എല്ലാവരുടെ അടുത്ത് ഓൾറൗണ്ടായിട്ട് അടിക്കാൻ നോക്കി. പക്ഷെ ആര്യന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്താനി വന്നപ്പോഴേ ഭയങ്കര അരോചകം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേർപ്പിക്കുന്നുണ്ട് മസ്താനി. വന്നപ്പോഴേ പിന്നെ നമ്മുടെ രേണുവിന് നേരെ ഒരു ചൂണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ അതിനകത്ത് പെട്ടെന്നൊന്നും കൊടുത്തുന്ന ഒരു മീനല്ല രേണു. കാരണം അവര് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് വന്നുകൊണ്ടായിരിക്കും അവര് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അപ്പൊ മസ്താനി ഭയങ്കരമായിട്ട് അരോചകം കാണിക്കുന്നുണ്ട്. അനു പറയുന്ന പോലെ തന്നെ ഒരു ബഹുമാനമില്ലാതെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അനീഷേട്ടനോട് ഇന്ന് ലൈവില് ഭയങ്കര ക്രീമി ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ഒരു ദിവസത്തെ ഒരു അറിവ് വെച്ചിട്ട് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു മസ്താനി. ഭയങ്കര വെറുപ്പിക്കില്ല. അടുത്ത എലിമിനേഷനിൽ തീർച്ചയായിട്ടും മസ്താനിന്റെ പേരെടുത്തിടണം, എന്നിട്ട് എടുത്ത് കളയാനാ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് വന്നാലും ഭയങ്കര ബുദ്ധിമുട്ട് വന്നത് മസ്താനിയെ കണ്ടിട്ടാണ്. ഭയങ്കര കീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്ടൊക്കെ കണ്ണ് കാണിക്കുന്നു. പിന്നെ 100 എലിമിനേഷൻ വന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ശക്തമായ ഒരു തിരിച്ചുവരവൊക്കെ നടത്തിയിട്ടുണ്ട്. റെനക്കിട്ട് നന്നായിട്ട് കൊടുക്കുന്നു. സെർലയൊക്കെ അമ്മായി എന്നൊക്കെ വിളിച്ചിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ റെനയും ആദിലും ഉടക്കിയതിന്റെ പേരിൽ അവർ കോംപ്രമൈസ് ആവുന്നതിന്റെ പേരിൽ ആദിലും 100 ഒരു സംസാരം നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി നടക്കുന്നു. ഞാനിപ്പോ അനുവിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത്. എന്തായാലും തുടർന്നുള്ള ഷോസ് കണ്ടിട്ട് നമുക്ക് പറയാം എങ്ങനെ ഇരിക്കുമെന്ന്. നിവിൻ ഇന്ന് എല്ലാ ആൾക്കാരെയും ഒരു വെസലിലും കിച്ചണിലും ഫ്ലോറിലും ബാത്റൂമൊക്കെ ഉണ്ട് ആൾക്കാരെയൊക്കെ തീരുമാനിച്ച് ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇച്ചിരി സ്ട്രോങ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിവിൻ കേട്ടോ. കാരണം പുള്ളിയും നന്നായിട്ട് ഗെയിം അറിഞ്ഞ് കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിവിനെ. അപ്പോൾ അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പാനി ശരിക്കും ഒതുങ്ങി. അക്ബറിനും അപ്പാനിക്കും വന്നപ്പോഴും ഒരു അട്ടിയും കൊടുത്തു പുതിയ ആൾക്കാർ. സോ അതുകൊണ്ടായിരിക്കും അവരൊന്ന് ശരിക്കും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നോക്കാം. ഓക്കെ.